ഓക്കെ, നമ്മളിന്ന് നോക്കാൻ പോകുന്ന 10th മാത്സ് ആണ്. പുതിയ സിലബസ് പ്രകാരം ലേശം ബുദ്ധിമുട്ടൊക്കെയാണ് പഠിച്ചെടുക്കാമെന്ന് എല്ലാവരും പറയുന്നു. സോ എളുപ്പമാണ്. ഓക്കെ, നമ്മൾ ലേശം ട്രിക്കി ആയിട്ടുള്ള വഴി കൂടിയാണ് നമ്മൾ പറയുന്നത്. സോ മാത്സിലെ അരിത്മെറ്റിക് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും എക്സാം ചോദിക്കും, 100% ഉറപ്പിൽ ചോദിക്കുമെന്നുള്ള ഒരു പാർട്ടാണിത് കേട്ടോ. അപ്പം 3ാം പദം 15 8ാം പദം 35 അല്ലെങ്കിൽ 3rd ടേം 15 ആണ്, 8th ടേം 35 അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണെന്ന് കേട്ടോ പറയാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടോ മക്കളെ? ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് 35 - 15 ഒക്കെയാണ്. അതായത് ഏറ്റവും വലിയ ടൈമിൽ നിന്ന് ചെറിയ ടൈം കുറയ്ക്കുക, വലിയ ടൈമിൽ നിന്ന് ചെറിയ ടൈം. എപ്പോഴും ഓർക്കണം, വലിയ ടൈമിൽ നിന്ന് ചെറിയ ടൈമാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? 35 15 പോയാൽ, അതായത് 35 - 15 പോയാൽ 20. അപ്പോൾ മറന്നു പോയത് വലിയ ടൈമിൽ നിന്ന് ചെറിയ ടൈം കുറയ്ക്കണം. ബി സ്റ്റെപ്പ് ഓർത്ത് വെച്ചോ. ഇനി ടേമുകൾ തമ്മിൽ കുറയ്ക്കുക, അതായത് വലിയ ടൈമിൽ നിന്ന് ചെറിയ ടൈം കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 8ൽ നിന്ന് 3 പോയാൽ 5. ഓക്കെ, 2 സ്റ്റെപ്പും ക്ലിയർ ആയല്ലോ. ഇനി 3ാമത്തെ സ്റ്റെപ്പും വളരെ സിമ്പിളാണ്. സി സ്റ്റെപ്പ് എന്ത് ചെയ്യുക? ഈ 2 കൂടെ ഡിവൈഡ് ചെയ്യുക, അതായത് ഹരിക്കുക. 20/5 4. ഈ നമ്പർ ആയിരിക്കും നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. ഓക്കെ ആണോ? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. ഇനി ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.